കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, ഞാൻ വിസ്മയകരമായി പ്ലാൻ ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നതാണ് എൻ്റെ മക്കളുടെ ഓരോ ദിവസവും. നാളുകളെപ്പറ്റി ആകാംക്ഷപ്പെടുന്നതിന് പകരം എൻ്റെ ക്രമീകരണങ്ങളിൽ മനസ്സുറപ്പിച്ച് എന്നോടൊപ്പം ഓരോ ദിവസവും ചുവടുവയ്ക്കണം. ഇന്നത്തെ ദിവസം വളരെ വിലപ്പെട്ടതാണ്. ഇനി ഈ ദിവസം നിന്റെ ജീവിതത്തിൽ മടങ്ങി വരില്ല. അതുകൊണ്ട് ഓരോ ദിവസത്തെയും കൗതുകത്തോടെ കാണുവാൻ ശ്രമിക്കണം. ഇന്നേ ദിവസത്തിലെ വൈവിധ്യ അനുഭവ ചേരുവകളെ സ്വാദിഷ്ടമായി രുചിക്കുമ്പോഴാണ് ഓരോ ദിവസവും ഹൃദ്യമായി നിനക്ക് തോന്നുന്നത്. മക്കളറിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ ദിവസവും അതിലെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ മക്കളോടൊപ്പമുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഓരോ ദിവസവും കാണുവാൻ നന്ദിയുള്ള ഒരു ഹൃദയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. എപ്പോഴും പരിഭവവും പരാതിയും പറയുന്ന മക്കൾക്ക് പ്രഭാതവും പ്രദോഷവുമൊക്കെ വിരസമായി തോന്നും. ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചില്ലെങ്കിലും ചോദിക്കാതെ ലഭിച്ച എത്രയോ നന്മകളാണ് കുഞ്ഞെ ഓരോ ദിവസവും നീ അനുഭവിക്കുന്നത്. എൻ്റെ വരദാനമായ പ്രകൃതിയിലെ ഇരുട്ടും പ്രകാശവും മഞ്ഞും മഴയും അങ്ങനെ ചോദിക്കാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ എത്രയാണ്. എന്നോട് ചേർന്നുള്ള ജീവിതം ഒരിക്കലും നിനക്ക് വിരസമായിരിക്കില്ല. ഓരോ ദിവസവും പുതിയ വിസ്മയം പ്രതീക്ഷിക്കുക. വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും പാട്ടുപാടുന്ന കിളികളും നീലാകാശത്ത് നൃത്തം ചവിട്ടുന്ന മേഘങ്ങളും പച്ചപ്പട്ട് പുതച്ച പ്രകൃതിയുമൊക്കെ ഞാൻ ദിവസവും നിനക്കൊരുക്കുന്ന സർപ്രൈസ് കാഴ്ചകളാണ്. അതൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. ജീവിതം സെലിബ്രേറ്റ് ചെയ്യുകുഞ്ഞേ. എല്ലാ കാര്യത്തിലും എളുപ്പവഴി തേടുന്ന പ്രവണത മക്കൾ ഒഴിവാക്കണം. ഞാൻ നയിക്കുന്ന വഴിയിലൂടെ പരിഭവം പറയാതെ പോകുവാൻ മക്കൾ പഠിക്കണം. വഴികൾ ഇടുങ്ങിയതാണെങ്കിലും ഞാൻ കൂടെയുള്ളപ്പോൾ നിന്റെ യാത്ര ഊഷ്മള അനുഭവമാകും. എന്നും എപ്പോഴും കംഫർട്ട് സോണിൽ കഴിയണമെന്നാണ് പല മക്കളുടെയും ആഗ്രഹം. അതാണ് പലരുടെയും പ്രാർത്ഥനാ വിഷയം. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ജീവിതത്തിലല്ലേ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകൂ. ജീവിതയാത്ര ഓടുവാനും ഓട്ടത്തിനിടയ്ക്ക് വീണാൽ വീണ്ടും എഴുന്നേറ്റ് ഓട്ടം തുടരാനുമുള്ളതാണ്. കഴിഞ്ഞകാല ദുരനുഭവങ്ങളുടെ പേരിൽ ജീവിത പാതയിലെ ഓട്ടത്തിൽ നിന്ന് ഒരിക്കലും മക്കൾ പിന്മാറരുത്. ഓടി ജയിക്കാനുള്ളതാണ് ജീവിതം. അപ്പോഴാണ് നിനക്ക് നിന്റെ കഴിവിൽ മതിപ്പുണ്ടാകുന്നത്. സങ്കീർത്തനങ്ങൾ 118. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്. ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. യെശയ്യാപ്രവചനം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. 1 പത്രോസ് 2 നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ഇന്നേ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.